നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ കലാരംഗത്തുള്ള നിരവധി പേരെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരാൻ, അതായത് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ സജീവമാവുകയാണ്. സിനിമാ താരങ്ങൾ പലരും കോൺഗ്രസ് ചായ്വുള്ള പല നടന്മാരെയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും പൊതുജനങ്ങൾക്ക് കൃത്യമായും അറിയാവുന്നതാണ്. കുഞ്ചാക്ക ബോബനും രമേശ് പിഷാരടിയുമൊക്കെ കോൺഗ്രസുമായി വലിയ തോതിൽ ആഭിമുഖ്യം പുലർത്തുന്നവരാണ്. കുഞ്ചാക്ക ബോബനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം നോക്കിയാൽ തന്നെ കൃത്യമായും കോൺഗ്രസ് പാരമ്പര്യം കാത്തു സൂക്ഷിച്ച ഒരു കുടുംബ പശ്ചാത്തലമാണ്. അദ്ദേഹത്തിനെ ആലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയാക്കി പരിഗണിക്കാനാണ് വലിയ തോതിൽ ചർച്ചകൾ ഉയരുന്നത്. അതുപോലെ തന്നെയാണ് രമേശ് പിഷാരടിയുടെ കാര്യം. അദ്ദേഹത്തിനെ എറണാകുളത്തെ തൃപ്പൂണിത്തറ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇത്തരത്തിൽ പല നടന്മാരുടെ പേരും പ്രഥമ ദൃഷ്ട്യാ പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷത്തിന് പ്രതികൂലമാണ് എന്ന് മാത്രമല്ല, ഇടതുപക്ഷത്തിനകത്ത് ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള 2 പേർ, അതിലൊന്ന് കൊല്ലം MLA ആയ M മുകേഷും മറ്റൊരാൾ ചലച്ചിത്ര താരമായിട്ടുള്ള KB ഗണേഷ് കുമാറുമാണ്. ഇരുവരും വലിയ പരാജയ ഭീതിയിലേക്ക് നീങ്ങാൻ പോവുകയാണ്. 2 പേരും അതാത് മണ്ഡലങ്ങളിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് നേരിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 2001 മുതൽ തുടർച്ചയായി 25ാം കൊല്ലത്തിലേക്ക് കടക്കുന്ന KB ഗണേഷ് കുമാറിന് പോലും തൻ്റെ മണ്ഡലം അത്ര സുരക്ഷിതമല്ല എന്ന വിലയിരുത്തലാണ് ഉള്ളതെങ്കിൽ, കൊല്ലം നിയോജക മണ്ഡലത്തിലെ MLA ആയ M മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ഇനി മത്സരിക്കാനല്ല, ഇനി ആ പരിസരത്ത് പോലും പ്രത്യക്ഷപ്പെടാൻ ധൈര്യമില്ലാതിരിക്കുക. അത്രമാത്രം ജനരോക്ഷം M മുകേഷിനെതിരെ പടർന്ന് പന്തലിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് രമേശ് പിഷാരടിയുടെയും കുഞ്ചാക്കോ ബോബൻ്റെയും കോൺഗ്രസിലേക്കുള്ള വരവ് വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമായി മാറുന്നത്. ചലച്ചിത്ര മേഖലയിൽ നിന്നും BJPയിൽ സിനിമാ താരമായ സുരേഷ് ഗോപി 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നു. പൊതുവെ കേരളത്തിൽ ചലച്ചിത്ര മേഖലയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വരുന്നവർക്ക് അത്ര ശോഭനമല്ല സാഹചര്യങ്ങൾ എന്ന വിലയിരുത്തൽ ഉണ്ട് എങ്കിലും ആ സ്ഥിതിഗതികളൊക്കെ മാറി മികച്ച രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണെങ്കിൽ അവർക്ക് വിജയം ഉറപ്പാകുന്ന സാഹചര്യം കേരളത്തിൽ സംജാതമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുമ്പോൾ കോൺഗ്രസ്സിന് വിജയിക്കാൻ ഏറ്റവും ശുഭകരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. മാത്രമല്ല, പല മണ്ഡലങ്ങളിലും CPIM-ൽ വിഭാഗീയത കനത്തു വരുന്നത് ഒരു പ്രശ്നമായി മാറും. പ്രത്യേകിച്ചും CPIM-ന് കൃത്യമായ വിലയിരുത്തലുണ്ട്. 15ഓളം സിറ്റിംഗ് സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടുമെന്ന് അവർക്ക് തന്നെ വിലയിരുത്തലുണ്ട്. അത്തരത്തിൽ പെടുന്ന സിറ്റിംഗ് സീറ്റുകളിൽ പ്രധാനമായ ഒന്നാണ് ആലപ്പുഴ നിയോജക മണ്ഡലം, മറ്റൊന്ന് അമ്പലപ്പുഴ. ഇത്തരത്തിൽ പോകുന്നു പല സീറ്റുകൾ. കൊല്ലം ജില്ലയിലെ കൊല്ലം നിയോജക മണ്ഡലവും പത്തനാപുരം മണ്ഡലവും ഒക്കെ നഷ്ടപ്പെട്ടേക്കാൻ സാധ്യതയുള്ള സീറ്റുകളായി തന്നെയാണ് കണക്കാക്കുന്നത്. CPIM-ൻ്റെ സിറ്റിംഗ് സീറ്റും ഘടകകക്ഷികളുടെ 30ഓളം സിറ്റിംഗ് സീറ്റുകളും വലിയ രീതിയിൽ ഭീഷണിയിലാണ്. ഇതിനിടയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ CPIM വലയുകയാണ്.